നമ്മളെ ഫോണിന് എത്ര മെമ്മറി അങ്ങ് ഉണ്ടാവിട്ടെന്താ പെട്ടെന്ന് അങ്ങ് ഫുള്ളാകുക. എങ്ങനെ ഈ മെമ്മറി ഫുള്ളാകുന്നത്? ഇതിനെന്താ പെട്ടെന്ന് നമ്മളെ മെമ്മറി ഫുള്ളാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിൻ്റെ സൊല്യൂഷനാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് അധികം വളവളാന്ന് പറയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാരണം, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ ഹൈ റെസൊല്യൂഷനുള്ള ഫോണുകളാണ്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ സൈസ് എത്ര വരിക? നമുക്ക് ഈ ക്യാമറയിൽ, ഈ ഫോണിൻ്റെ, ഇതൊരു സാധാ ഫോണാണ്, ഇതിൻ്റെ ക്യാമറയിലെടുത്ത ഒരു ഫോട്ടോ അതിൻ്റെ ഫയൽ സൈസ് എത്ര ഉണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഫോട്ടോ ഇവിടെ കാണാം 4.92 MB ഈ ഒരു ഫോട്ടോ മാത്രമുണ്ട്. നമ്മളിപ്പോൾ സാധാരണ എന്താ ചെയ്യുക? നമുക്കൊരു ഫോട്ടോ വേണമെങ്കിൽ ഒരു 10 ക്ലിക്കെങ്കിലും ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫോട്ടോ കിട്ടുക. അപ്പം ബാക്കി 9 ഫോട്ടോയും നമ്മളെ ഗാലറിയിൽ അവിടെ ഉണ്ടാവും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യില്ല, അവിടെ കിടക്കും. ആരാ ഡിലീറ്റ് ചെയ്യുന്നത്? മറന്നു. അപ്പോൾ ഒരു കാരണം അടപ്പിടുത്തം കിട്ടിയോ? ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നേരം 4 MB 3 MB 5 MB ഒക്കെ വെച്ച് ഓരോ ഫോട്ടോത്തിനും സൈസ് വരുന്ന നേരം അത് എത്ര വലിയൊരു ഫയലായി മാറി. ഇതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഒന്നാമത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ശരിയായി ഫോക്കസ് ചെയ്തതിന് ശേഷം 1-2 ക്ലിക്കിൽ എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക. രണ്ടാമത്, നിങ്ങളെ ഫോണിൻ്റെ റെസൊല്യൂഷൻ വേണമെങ്കിൽ അല്പം കുറച്ച് വെക്കുക, എന്നാലും ഫോട്ടോൻ്റെ ക്ലാരിറ്റി അധികം കുറയൊന്നുമില്ല. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ റെസൊല്യൂഷൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ അവിടെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയാൽ നമ്മളെ എടുക്കുന്ന ഫോട്ടോൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാനാവും വീഡിയോൻ്റെ. അങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാനാവും. ഇനി രണ്ടാമത്തത് നമ്മളെ വാട്സപ്പിൽ, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ, കോൺടാക്റ്റുകളൊക്കെ ഉണ്ടാവും, ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ടാവും. ഈ വരുന്ന മെസ്സേജുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവും. അതൊന്ന് ക്യാൻസൽ ചെയ്ത് വെക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? വാട്സപ്പ് തുറക്കുക. വാട്സപ്പ് തുറന്നിട്ട് ഈ 3 ഡോട്ട് നോക്കിയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ ഡാറ്റ സ്റ്റോറേജ് യൂസേജ് എടുത്തിട്ട് കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഒരു പച്ച എഴുത്തും കാണാം. അതിൻ്റെ താഴെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് എല്ലാം ടിക്ക് ഉണ്ടാവും. ആ ടിക്കെല്ലാം ഒഴിവായി കളയുക. 4 കളി ഉണ്ടാവും ഇവിടെ, ഫോട്ടോസ്, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ടിക്കൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അങ്ങനെ ഈ 3 ഓപ്ഷനും, വെൻ കണക്റ്റഡ് വൈഫൈ, വെൻ റോമിങ്, ഈ 3 ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക, നോ മീഡിയ ആക്കുക. അങ്ങനെ അന്നേരം എന്ത് ചെയ്യുക? നമ്മളെ വാട്സപ്പിൽ നമുക്ക് വരുന്ന എന്ത് ഫയലായാലും അത് നമ്മൾ മാനുവലായിട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മാത്രമാണ് ഡൗൺലോഡ് ആവും, അല്ലാണ്ട് ഫോണിൽ ഡൗൺലോഡ് ആകുകയില്ല. ഇനി മൂന്നാമത്തത്, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണേ എന്താ ചെയ്യുക? ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്യും, എന്നിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുക്കും. അത് അൺഇൻസ്റ്റാൾ ആവും. അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ ഇങ്ങനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന നേരം ആ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോൾഡർ, ഒരു ഫയൽ നമ്മളെ ഫോണിൽ ഉണ്ടാവും, ഒരു ഉപയോഗം ഇല്ലാണ്ട് കിടക്കുന്നത്. അതിലും കുറച്ച് നമ്മളെ മെമ്മറി സ്പെൻഡ് ആവും. അത് നമുക്ക് ഒഴിവാക്കിയതിന് നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ മാനേജർ പോവുക. അവിടെ നിന്ന് ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി ആ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ മാനേജറിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിയർ ഡാറ്റ എന്ന് കാണും. ക്ലിയർ ഡാറ്റ കൊടുക്കുക. അത് ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന നേരം ആ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയലും ഒരു ഫോൾഡറും നമ്മളെ ഫോണിൽ ഉണ്ടായാലും നമുക്ക് അവിടെ നിന്ന് കുറച്ച് നമ്മളെ മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യാനാവും. ഇനിയുള്ളൊരു വഴി എന്താ വെച്ചാൽ, നമ്മളെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻ്റ് ഒക്കെ ഒരുപാട് ഫയൽ സൈസ് കൂടുതലുണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഗൂഗിൾ ഡ്രൈവിലോ ഗൂഗിൾ ഫോട്ടോസിലോ അപ്ലോഡ് ചെയ്തതിന് ശേഷം, അപ്ലോഡ് ചെയ്യുക പറഞ്ഞാൽ അതിൽ ബാക്കപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്താലും ഈ ഗൂഗിൾ ഡ്രൈവിലും ഗൂഗിൾ ഫോട്ടോസിലും നമ്മൾ സേവ് ചെയ്ത് വെച്ചത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ 4 രീതിയിൽ നമ്മളെ ഫോണിൻ്റെ മെമ്മറി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാവും. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പേ അറിയാമെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കുക, മറക്കണ്ട. ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ തരുന്നൊരു ക്ലാസ് ബൂസ്റ്റാണ്. അപ്പം ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പിയൂർ. താങ്ക് യു സോ മച്ച്.